പ്രിയപ്പെട്ടവരെ, ജപ്തിയുടെ ഭീഷണിയിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന ഒരു ബില്ല് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പാസ്സായി. കഴിഞ്ഞ ജൂലൈ 14 കേരള നിയമസഭയിൽ കേരള ടാക്സേഷൻ ലോ അമെൻമെൻറ്റ് 2024 എന്ന പേരിൽ 1964 കേരള ടാക്സേഷൻ ലോ അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഈ ബില്ല് യഥാർത്ഥത്തിൽ കുടിയിറക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ജപ്തി നടപടികൾ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള പ്രൊവിഷൻ ഈ ബില്ല് നൽകുന്നു എന്നുള്ളതാണ്. അത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ടോ, റീപേയ്മെൻറ്റിന് പുതിയ കാലാവധി പ്രഖ്യാപിച്ചുകൊണ്ടോ, അതിന് ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടോ, അതിൻ്റെ ഒരു മോഡ് മാറ്റിക്കൊണ്ടോ, അതായത് ചെറിയ പേയ്മെൻറ്റുകളായിട്ട് അടക്കാനുള്ള ഒരു വ്യവസ്ഥ ചെയ്തോ, സമയം കൊടുത്തോ, ആ ലോൺ പൂർണ്ണമായിട്ടും റൈറ്റ് ഓഫ് ചെയ്യാൻ വരെയുള്ള ഒരു അവകാശം സംസ്ഥാന സർക്കാരിന് നൽകുന്ന ഒരു ബില്ലാണ് പാസ്സായിട്ടുള്ളത്. ഈ ബില്ല് പ്രകാരം 25,000 രൂപ വരെയുള്ള ജപ്തി നടപടിയാണെങ്കിൽ അതിന് തഹസിൽദാർക്ക് അതിൽ തീരുമാനമെടുക്കാൻ കഴിയും. 1 ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർക്കും, 5 ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രിക്കും, 10 ലക്ഷം രൂപ വരെ ധനകാര്യ മന്ത്രിക്കും, 20 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിക്കും, അതിന് മുകളിലുള്ള എമൗണ്ടിന് സംസ്ഥാന സർക്കാരിനും തീരുമാനമെടുക്കാൻ കഴിയും. ഇത് വളരെ സുപ്രധാനമായ ഒരു ക്ലോസാണ്, ഒരു പോയിൻ്റാണ്. കാരണം സാധാരണക്കാരായ വീട്ടിൽ നിന്ന് ജപ്തിയുടെ പേരിൽ ഇറങ്ങേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്, വേദനിക്കും. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ മാതാപിതാക്കൾ പുറത്ത് ജോലിക്ക് പോയ സമയങ്ങളിൽ വീട് ജപ്തി ചെയ്ത് കുട്ടികളെ ഇറക്കിവിടുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ജപ്തി നടപടികൾക്കും, എല്ലാവിധ ജപ്തി നടപടികളിലും സംസ്ഥാന സർക്കാരിന് ഒരു റൈറ്റ് നൽകുന്ന, ഇടപെടാൻ അവകാശം നൽകുന്ന ഒരു നിയമം ആണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ നിയമപ്രകാരം ജപ്തി ചെയ്യപ്പെട്ട വസ്തു ഉടമയ്ക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് മോഡ് എങ്ങനെ വേണമെന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കപ്പെടുള്ള ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാൻ കഴിയും. പക്ഷേ ഇതിന് ഇളവ് നൽകാനും, സമയം നൽകാനും, മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും, അതിൻ്റെ പേയ്മെൻറ്റ് മോഡ് മാറ്റാനും, പലിശ ഇളവ് ചെയ്യാനെല്ലാം സംസ്ഥാന സർക്കാരിന് അവസരമൊരുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഭൂമി ലേലം ചെയ്ത് പോയില്ലെങ്കിൽ ഈ ഭൂമി സർക്കാർ 1 രൂപയ്ക്ക് എടുക്കുകയും തിരിച്ച് കുറച്ച് നാൾക്ക് ശേഷം ഉടമയ്ക്ക് തവണകളായിട്ടോ മറ്റോ പൈസ അടച്ചിട്ട് ഈ ഭൂമി തിരിച്ചെടുക്കാൻ കഴിയുന്ന, ഭൂമിയോ വസ്തുവോ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി, പ്രൊവിഷൻ കൂടി ഈ ബില്ലിലുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ജപ്തി ഭീഷണി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമാകുവാൻ സാധ്യതയുള്ള പ്രൊവിഷൻ നൽകുന്ന ഒരു ബില്ലാണ്. ഈ ബില്ലിൽ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് ഈ ബില്ല് മുന്നോട്ട് വെച്ചെങ്കിൽ ഇതിൽ ചില ഭേദഗതികൾ പ്രതിപക്ഷത്തിൽ നിന്നും വി.ഡി. സതീഷിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഭേദഗതികളോടുകൂടി ഒരു ഐക്യകണ്ഠേന എന്ന് പറയാവുന്ന തരത്തിലാണ് ഈ ബില്ല് പാസ്സായിട്ടുള്ളത്. ഈ ബില്ലിൻ്റെ ഗുണം ഉണ്ടാവുന്നത് സംസ്ഥാന സർക്കാർ ഇടപെടുമ്പോൾ മാത്രമാണ്. ആ സംസ്ഥാന സർക്കാരും അതിൻ്റെ ഉദ്യോഗസ്ഥരും ഒരു ജപ്തി നടപടിയിൽ എത്ര മനുഷ്യത്വപരമായി ഇടപെടാൻ ഇനി തയ്യാറാവുന്നതാണ്. ഇത്രയും നാളും ഉണ്ടായിരുന്നൊരു സംഗതി എന്ന് പറയുന്നത് ബാങ്കിൻ്റെ പ്രൊസീജിയറിൽ സംസ്ഥാന സർക്കാരിന് റോളില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിയമം മൂലം സംസ്ഥാന സർക്കാരിന് ഇതിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അതോറിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ഫെയറായ, ട്രാൻസ്പെറൻ്റായ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ എത്രത്തോളം സത്യസന്ധമായും ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളിടത്തോളം എന്നതനുസരിച്ചിരിക്കും കേരളത്തിൽ വരും കാലങ്ങളിൽ ജപ്തി നടപടി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാർ, വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു ബില്ലാണ് കഴിഞ്ഞ ദിവസം പാസ്സായിട്ടുള്ള കേരള ടാക്സേഷൻ ലോ അമെൻമെൻറ്റ് ബില്ല് 2024.